സാഗരേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. കണ്ണേട്ടനെയും കൊണ്ട് മേഘം പുറത്തോട്ട് പോയിന്നാ പറഞ്ഞ. പുറത്തേക്കോ? ആ, ഡ്രൈവർ സുമേഷേട്ടനെ തോമസ് സാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടാ കണ്ണേട്ടനെയും കൊണ്ടവൻ പുറത്തേക്ക് പോയത്. അതെങ്ങനെ ശരിയാവും? അവനുള്ളപ്പോ കണ്ണേട്ടന് വീൽ ചെയറിലല്ലേ സഞ്ചരിക്കാൻ പറ്റൂ. പിന്നെ ആര് കാർ ഡ്രൈവ് ചെയ്യും? അവൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവൻ തന്നെയാ കാർ എടുത്തോണ്ട് പോയതെന്ന്. അവരെങ്ങോട്ടാ പോയെന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പുറത്തു പോയിട്ട് വരാന്നും പറഞ്ഞാ പോയത്. ഏട്ടത്തി പേടിക്കണ്ട. സാഗരേട്ടൻ മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കോ മിക്കവാറും അവരുടെ പിന്നാലെ പോയി കാണും. എനിക്ക് കണ്ണേട്ടനെ വിളിക്കാൻ പറ്റില്ല. ലേഖയ്ക്കും അങ്ങനെ തന്നെയാ. നീ ഒന്ന് വിളിക്കും മഞ്ജു കണ്ണേട്ടനെ. ഞാനിപ്പോ വിളിച്ച സംശയം തോന്നുവോ? അങ്ങനെ സംശയമൊന്നും തോന്നത്തില്ല. നിന്നോട് കണ്ണേട്ടന് പിണക്കൊന്നുമില്ലെന്ന് മേഘനറിയാം. എന്നാലും കണ്ണേട്ടൻ എന്നോട് പിണക്കമുള്ളത് പോലെയാ അവരുടെയൊക്കെ മുന്നിൽ വെച്ചെന്നോട് പെരുമാറുന്നത്. അതുകൊണ്ട് കണ്ണേട്ടൻ എന്നോടും പിണക്കമുണ്ടെന്നാ മേഘന്റെയൊക്കെ വിചാരം. ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മഞ്ജു. നീ കണ്ണേട്ടനെ ഒന്ന് വിളിക്ക. ഞാൻ വിളിക്കാം. ആരാടാ കണ്ണ വിളിക്കുന്നത്? അത് പിന്നെ അവളാ, മഞ്ജു. ഓ, എന്റെ മുറപ്പെണ്ണ്. അതിലുപരി എന്റെ മുൻ ഭാര്യ. അല്ല, അവള് നീ തമ്മിൽ നല്ല ലോഹ്യത്തിലാണോ? ഏയ്, എനിക്ക് അവളോട് ഒരു ലോഹ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ നിനക്കിപ്പോ ദേഷ്യമാണല്ലോ അല്ലേ? എടാ, എന്തായാലും അവളിപ്പോ വിളിച്ചതല്ലേ, നീ ഒന്ന് എടുക്ക്. അല്ല, എന്തിനാ വെറുതെ എടുക്കുന്നേ? ഒന്ന് എടുക്ക് കണ്ണാ. അതുകൊണ്ടിപ്പോ നഷ്ടമൊന്നുമില്ലല്ലോ. നീ എടുത്തിട്ടാവുന്ന ലൗഡ് സ്പീക്കറിലോട്ട് ഇട്. ഹലോ, ഞാനാ കണ്ണേട്ടാ. ഹലോ. നിന്നോട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ വിളിക്കുന്നേ? കണ്ണേട്ടാ, കണ്ണേട്ട ഇപ്പൊ എവിടെയാ? എവിടെങ്കിലും ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? അല്ലടാ, എനിക്കൊപ്പമാണെന്ന് നിനക്ക് പറഞ്ഞൂടായിരുന്നോ? ഇപ്പൊ എനിക്കൊപ്പമാണ് ഇവൻ. കുറച്ച് കഴിയുമ്പോ ഇവൻ പരലോകത്തെത്തും. ഇവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. വിളിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലേ? എവിടേക്കാ പോയെന്നും പറഞ്ഞില്ലല്ലേ? ശബ്ദം കേട്ടിട്ട് കാറിൽ സഞ്ചരിക്കുവാന്നാ തോന്നുന്നേ. താൻ പേടിക്കണ്ട മഹി. മാർക്കോ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അവൻ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണൂലേക്കേ? അറിയുന്നെങ്കിൽ അറിയട്ടെ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലും കണ്ണേട്ടന്റെ തറവാട് സേഫ് അല്ലാത്തതുകൊണ്ട് താൻ ഇവിടെ നിന്നാ മതി, പ്രസവം കഴിയുന്നത് വരെ. അത് മതിയെടുത്തി. പിന്നെ ഇടയ്ക്ക് എന്റെ വീട്ടിലോട്ടും വരാല്ലോ. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കളയാൻ നോക്കിയ അമ്മയാ എന്റെ വീട്ടിലുള്ളത്. അങ്ങനെയുള്ളപ്പോ ഏട്ടത്തിയുടെ കുഞ്ഞ് ജനിക്കാൻ അവരൊക്കെ സമ്മതിക്കൂ? അതിന് ഞാൻ കുഞ്ഞ് ജനിക്കുന്നവരെ എവിടെ വേണേലും നിന്നോളാം. ഇപ്പൊ കണ്ണേട്ടനെ അവൻ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയണം. മേഘനായതുകൊണ്ട് സംശയിക്കാതിരിക്കാനും ഭയക്കാതിരിക്കാനും പറ്റില്ല. സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മഹി? ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ കൂടി ഞാൻ പറഞ്ഞതാ, മേഘന്റെ അടുത്തോട്ട് പോകുന്നോണ്ട് മാർക്കോയെ ആ വിവരം അറിയിക്കാൻ. എന്നിട്ടും കണ്ണേട്ടനെ അറിയിച്ചില്ല. ഇപ്പൊ നടക്കാൻ കഴിയുന്നോണ്ട് കണ്ണേട്ടന് അമിത ആത്മവിശ്വാസം.
കണ്ണേട്ടന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചിട്ടേ മേഘനൊന്നും ചെയ്യാൻ പറ്റില്ല എടുത്തി. അവനിനി ആരെങ്കിലും അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലോ? ഏതെങ്കിലും ഗുണ്ടകളെ